ചാർത്തിലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയോ മുരളി? പൂവും ഹാരം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അത് രണ്ടും ക്ഷേത്രത്തിനടുത്തുള്ള പൂക്കടയിൽ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. മതി, അതിപ്പോഴേ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ ത്രിവിക്രമൻ സ്വാമി വിളിച്ചിരുന്നു. നാളെ ഒരു 11 മണിയോടെ അദ്ദേഹവും പരികർമ്മിയായിട്ട് ഇങ്ങെത്തും. 10:30 വരെ രാഹുകാലമല്ലേ. വന്നു കഴിഞ്ഞാൽ പിന്നെ കളവൊരുക്കുന്ന താമസേ ഉള്ളൂന്നാ പറഞ്ഞത്. സംഗതിയൊക്കെ കൊള്ളാം. വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ എല്ലാം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട മുരളി. എല്ലാം ത്രിവിക്രമൻ സ്വാമി അത് വേണ്ട പോലെ ചെയ്തോളാൻ നേരിട്ടുണ്ട്. കൊച്ചിത്തിരി ഇടഞ്ഞു നിൽക്കുകയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. അതൊന്നും ഓർത്ത് നമ്മൾ പരിഭ്രമിക്കണ്ട. ഒക്കെ അതിന്റെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാന്ന് സ്വാമി ഉറപ്പ് തന്നിരിക്കുക. സത്യം പറഞ്ഞ അത് കേട്ടപ്പോഴാ എനിക്കൊരാശ്വാസമായത്. അശ്വതി എവിടെ? അവള് കുളിക്കുക. മുരളി പോയി വേഷമൊക്കെ മാറി വാ, ഞാൻ ചായ ഇടാം. വാ. അമ്മേ അമ്മേ, അശ്വതിയോ മാളുവിനോട് പിന്നെ സംസാരിച്ചിരുന്നോ? എന്നെ കാണുന്നതേ അവക്ക് ചതുർത്ഥിയല്ലേ, അതുകൊണ്ട് ഞാൻ മുന്നിൽ പെടാൻ പോയില്ല. കുറച്ചു മുമ്പ് അശ്വതി മുറി ചെന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. വാശിയും പോരും ഒക്കെ മൊത്തത്തിലൊന്ന് അയഞ്ഞ മട്ട. ഇനി നീ കൂടി തഞ്ചത്തിലും തായത്തിലും 2 നല്ല വാക്ക് പറഞ്ഞ് അവളെ ഒന്ന് അനുനയിപ്പിച്ചെടുക്കണം മോനെ. കഴിയുന്നതും അവളുടെ കൂടെ സഹകരണത്തോടെ ചടങ്ങൊന്നും നടന്നു കിട്ടിയ അതൊരു നല്ല കാര്യമല്ലേ? ഞാൻ സംസാരിക്കാൻ തയ്യാറാണല്ലോ. പക്ഷെ ഞാൻ എന്തു പറഞ്ഞിട്ടും അവൾ അനുസരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? അതിന് മാളുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുരളി. നമ്മുടെ കൊച്ചിനെ അത്തരത്തിലാക്കി കളഞ്ഞില്ലയോ ആ അസത്ത് പെണ്ണ്. ഇനി ഉള്ളിക്കിടക്കുന്ന കൈവശം പുറത്തു പോകാതെ അവക്ക് നമ്മളെ ഒന്നും കണ്ണിന് നേരെ പിടിക്കില്ല. അതാ അതിന്റെ രീതി. എന്നുവെച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്യണ്ടായോ? അശ്വതി വന്നിട്ട് നീ അവളെയും കൂട്ടി ഒന്ന് മോളുടെ അടുത്തിയെന്ന് സംസാരിക്കേ. പിന്നെ അപ്പുറത്ത് കേണൽ സാറിന്റെ ഭാര്യയോടും കുറുപ്പ് സാറിന്റെ അമ്മയോടും ഒക്കെ നാളെ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞു വെച്ചു. നിന്റെ പുതിയ കോൺട്രാക്റ്റിന് വേണ്ടി നടത്തുന്ന പൂജയാണെന്നാ ഞാൻ അവരോട് പറഞ്ഞത്. പിന്നെ വീടിനൊരു തറരക്ഷയും. അയൽപക്കക്കാരോട് നമ്മളൊന്ന് സൂചിപ്പിച്ചു വെച്ചേക്കാന്ന് കരുതി. അവർക്കാർക്ക് സംശയമൊന്നുമില്ലല്ലോ? ഓ, എന്ത് സംശയം? അവരൊക്കെ വളരെ അനുകൂലമായിട്ടാ സംസാരിച്ചേ. നാളെ ഇതൊന്ന് കഴിഞ്ഞു കിട്ടും വരെ ആകെ ഒരു ടെൻഷനാ. നീ ടെൻഷനാവണ്ട മുരളി, എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കും. പഴവങ്ങാടി ഗണപതിക്ക് 101 തേങ്ങ ഉടച്ചേക്കാന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. പിന്നെ കൃഷ്ണന്റെ അമ്പലത്തിലൊരു പാൽപ്പായസവും. ബാക്കിയൊക്കെ അവര് നോക്കിക്കൊള്ളുവന്നേ. ഞാനിതൊക്കെ എടുത്ത് പൂജാമുറി കൊണ്ടുവയ്ക്കാം. ഇല്ല ഫ്രാൻസിസ്, നാളെ സൺഡേ അല്ലേ. രാവിലെ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇല്ലില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇവിടുന്ന് അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ ഫുൾ ഫർണിഷ്ഡ് ആണല്ലോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ തലവേദന ഒഴിഞ്ഞു കിട്ടി. തൽക്കാലം 1 മാസം നോക്കാന്നേ. ഞാൻ വിളിച്ചിട്ടിറങ്ങിയാൽ മതി. ശരി. അപ്പോ നീ എങ്ങോട്ടാ മോളെ? ഞാൻ പിന്നെ വിളിക്കാം. ഒന്ന് പുറത്തേക്ക് പോണം, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. എന്നാ പിന്നെ നിനക്കത് നാളത്തേക്ക് ആക്കായിരുന്നില്ലേ മോളെ? അല്ല, സാധനങ്ങൾ വാങ്ങി ഇവിടേക്ക് കൊണ്ടുവന്നാ നാളെ അത് പാക്ക് ചെയ്ത് വീണ്ടും പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോണ്ടേ? ആ ഇരട്ടി ജോലി ഒഴിവാക്കാനെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ഇത്ര ധൃതി പിടിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അച്ഛാ. നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ? അത് വേണ്ട മോളെ. ഏതായാലും കുറച്ച് നാൾ മാറി നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാ പിന്നെ അത് എത്രയും വേഗം ആവുന്നല്ലേ നല്ലത്. അത് മാത്രമല്ല, നാളെ നമ്മൾ അവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ചുറ്റുപാടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു ദിവസം കിട്ടുകയും ചെയ്യും. കാരണം മൺഡേ മുതൽ നമുക്ക് 2 പേർക്കും പോകേണ്ടതല്ലേ. എവിടെ എവിടെ പോകുന്ന കാര്യം അച്ഛൻ പറയുന്നു? അതെന്ത് ചോദ്യാ മോളെ നീ ചോദിച്ചത്? നീ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെന്നുള്ള കാര്യം മറന്നോ? മൺഡേ മുതൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മോള് കോളേജിലും പോയി തുടങ്ങുന്നു, നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് നിന്ന്. ഞാൻ ഇനി കോളേജിലേക്ക് ഉടനെ ഒന്നും ഇല്ല അച്ഛാ. എനിക്കതിന് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഞാനവിടെ ചെല്ലാതിരിക്കുന്നത് തന്നെയാണ് അവിടുത്തെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ താല്പര്യം. അറ്റൻഡൻസിന്റെ ഇഷ്യൂ ഉണ്ടാവാതെ നോക്കാന്ന് പ്രിൻസിപ്പൾ ഉറപ്പ് വന്നിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഇരുന്ന് പഠിക്കുന്നതാ എനിക്കും സൗകര്യം. നോനോ, അങ്ങനെ ഒഴിഞ്ഞു മാറി വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട കുട്ടിയല്ല നീ. ഒരു സ്റ്റുഡന്റിന് കിട്ടേണ്ട എല്ലാ അവകാശവും പരിഗണനയും നിനക്കും കിട്ടിയിരിക്കണം. ക്ലാസ്സിൽ ഇനി സെപ്പറേറ്റ് ബ്ലോക്കും വേണ്ട. നീ ആ ക്ലാസ്സിലെ പെൺകുട്ടികളിൽ ഒരാളാണ്. വൺ അമംഗ് ദം. അപ്പുവല്ല, അപൂർവ വിജയ്. അപ്പൊ പിന്നെ സെപ്പറേറ്റ് ബ്ലോക്കിന്റെ ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ ഞാൻ നേരിൽ വന്ന് പ്രിൻസിപ്പലിന്റെ അടുത്ത് സംസാരിക്കാം. അവരെന്താ പറയുന്നതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. അത് വേണ്ടച്ചാ, ഞാൻ സംസാരിച്ചോളാം. അത് മതി വി പി. അപ്പൂന് ഡീൽ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. വെറുതെ വി പി എന്തിനാ ഈ കാര്യത്തിലേക്ക് ഇടപെടുന്നത്? അതൊന്നും നമ്മൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് വിചാരിച്ചാ പോരെ. ആ, അതും ശരിയാ. എന്നാ അങ്ങനെ മതി. ഏതായാലും നാളെ മുതൽ നമ്മളൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്, പുതിയൊരിടത്ത്. പിന്നെ ഇതുവരെ നമുക്ക് അയൽക്കാരും ബന്ധുക്കളുമായി മുരളിയും ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആരും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. നമ്മൾ 3 പേരും മാത്രം. മറ്റാരുമായും കൂടുതൽ ഇനി അടുക്കാൻ പോണ്ട. അമ്മയോടും മോളോടും കൂടിയാ പറയുന്നത്, കേട്ടല്ലോ? ഇന്ന് നമ്മൾ പോയിട്ട് പെട്ടെന്ന് വാ. ഞങ്ങളപ്പോഴേക്കും നാളെ കൊണ്ടുപോകാനുള്ള അത്യാവശ്യ സാധനങ്ങളൊന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ. ലാസ്റ്റ് മിനിറ്റിൽ കിടന്ന് ധൃതി കൂട്ടുണ്ടല്ലോ. വാടോ. ഇതാ പെട്ടെന്ന് വാ. നീ പോയിട്ട് വാ അപ്പൂ.